10 വർഷത്തെ LDF ഭരണത്തിന് ശേഷം വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ നയങ്ങൾ അല്ലെങ്കിൽ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വി.ഡി. സതീശനും UDF-ഉം ഉന്നയിക്കുന്ന ആശയങ്ങൾ ഇപ്പോഴുള്ള കേരളത്തിലെ ഒരു കറന്റ് സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കേരളത്തിലെ സർക്കാരിന്റെ ഒരു പ്രവർത്തനങ്ങളെ നമ്മൾ ഏത് രീതിയിലാണ് കാണുന്നത്? അല്ല, വിലയിരുത്താൻ സമയമായില്ല എന്ന് ചില കോണുകളിൽ നിന്ന് ആളുകൾ പറയുന്ന അഭിപ്രായം ഞാൻ കേട്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനോട് വിയോജിക്കുന്ന വ്യക്തിയാണ്. ഇത് ഇലക്ഷന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലായ കാര്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷന് മുമ്പ് തന്നെ ഈ UDF-ന്റെ പല നേതാക്കൾ പല സമയങ്ങളിൽ പറഞ്ഞൊരു സംഭവമുണ്ട്. സർക്കാരുകൾ ബിസിനസ് ചെയ്യരുത്, സർക്കാരുകൾ ഇതിൽ നിന്നൊക്കെ മാറിയിരിക്കണം. ഈവൻ രമേശ് ചെന്നിത്തലയൊക്കെ പബ്ലിക്കലി ട്വീറ്റ് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. അത് നമ്മൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളും പൊതുമേഖല നടത്തുന്ന ബിസിനസ്സുകൾ ഇതിൽ നിന്നൊക്കെ മാറിയിരിക്കണം. നമ്മൾ ജസ്റ്റ് ഒരു മീഡിയേറ്ററായിട്ട് നിന്നാൽ മതി. സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കണം. ഈ മുദ്രാവാക്യം തന്നെയാണ് BJP നടത്തുന്നത്. മനസ്സിലായില്ല? നമ്മൾ ഈ BJPയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് വർഗീയതയാണ്. അവർ പറയുന്ന ഹെയ്റ്റ് സ്പീച്ചുകൾ, ന്യൂനപക്ഷ വിരോധം, ഇത് മാത്രമാണ് നമ്മൾ പലപ്പോഴും ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങളായിട്ട് നമ്മൾ പൊളിറ്റിക്കലി അനലൈസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിതിനെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്ന രണ്ടുപേരും മുമ്പോട്ട് വയ്ക്കുന്ന സാമ്പത്തിക നയങ്ങൾ, രണ്ടുപേരും റെപ്രസെൻ്റ് ചെയ്യുന്ന സമൂഹങ്ങൾ, ഇതൊന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ UDF ആണെങ്കിലും BJP ആണെങ്കിലും ഇവരുടെ സാമ്പത്തിക നയങ്ങൾ എന്താണ്? കോർപ്പറേറ്റ് വൽക്കരണമാണ്. അപ്പോൾ അതിന് മുമ്പ് തൊട്ടേ അവർ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ എന്താ പറയുക, ഈ വി.ഡി. സതീശൻ്റെ ഒക്കെ പല ഇൻ്റർവ്യൂകളുണ്ടായിരുന്നു ഇൻഫ്ലുവൻസേഴ്സൊക്കെ വെച്ചിട്ട്. അപ്പോൾ പല ഫോട്ടോഷൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ടെക്നോ ഫ്യൂഡലിസം എന്ന് പറഞ്ഞ ബുക്ക് ഞാൻ വായിക്കുന്നു. എന്നിട്ട് ഞാൻ ഭയങ്കര ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു. കേരളത്തിൽ ഇങ്ങനെയുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. അപ്പോഴേ നമുക്കറിയാം ഈ പറയുന്ന പോളിസികളെല്ലാം തന്നെ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റുകൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരിക എന്നതാണ് പുള്ളി ശ്രമിക്കാൻ പോകുന്നത്. അത് പുള്ളിയുടെ മാത്രം കുഴപ്പമല്ല, വി.ഡി. സതീശൻ എന്ന വ്യക്തിയുടെ കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയെ റെപ്രസെൻ്റ് ചെയ്യുന്നതും കോൺഗ്രസ് പാർട്ടിയെ ഫണ്ട് ചെയ്യുന്നതും ഇത്തരം ആളുകൾ തന്നെയാണ്. അത് തന്നെയാണ് BJPയുടെയും ഒരു മെയിൻ ഫണ്ട് സോഴ്സ് അതാണ്. അപ്പം പോളിസികൾ സെയിം ആയിരിക്കും. പക്ഷേ ഈ പോളിസികളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പോളിസികൾ സാധാരണക്കാരെ വഞ്ചിക്കുകയും കുറേ കഴിയുമ്പോൾ നമ്മൾ ഈ CJP പ്രൊട്ടസ്റ്റൊക്കെ കാണുന്നില്ലേ, ഈ CJP പ്രൊട്ടസ്റ്റിലേക്കൊക്കെ നയിച്ച സംഭവം എന്താണ്? ഈ എഡ്യൂക്കേഷൻ്റെ പ്രൈവറ്റൈസേഷനാണ്. എഡ്യൂക്കേഷൻ്റെ പ്രൈവറ്റൈസേഷൻ വന്ന് ഒരു പ്രശ്നം വന്നിട്ടാണ് ഇത്രയും ഫ്രസ്ട്രേഷൻ ആളുകൾക്ക് വന്ന് ആളുകൾ നിരത്തിലിറങ്ങുന്നത്. അപ്പോഴും നമ്മൾ ഈ എഡ്യൂക്കേഷൻ്റെ പ്രൈവറ്റൈസേഷനാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോഴും നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സമരം ഉണ്ടായത്? നമ്മളിപ്പോഴും കരുതുന്നത് ഭരണ കഴിവുകേടാണ് എന്നാണ്. ഇത് ഭരണ കഴിവുകേട് എന്നുള്ളൊരു മാനദണ്ഡത്തെ മാത്രം കണ്ടത് സിസ്റ്റമിക് ആയിട്ടുള്ള ഇവർ എന്തുതരം പോളിസീസാണ് കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് തന്നെയാണ് കോൺഗ്രസും ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാര്യം നമ്മൾ ഇലക്ഷൻ മുമ്പോട്ടേ മനസ്സിലാക്കണം. ഈ ഗിമ്മിക്ക് രാഷ്ട്രീയത്തിലല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. ഈ ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഞാൻ ഭയങ്കര പഠിച്ച ആളാണ്, ഞാൻ ഭയങ്കര ഒരുപാട് 1000 ബുക്കുകൾ ഒരു ദിവസം വായിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഗിമ്മിക്ക് രാഷ്ട്രീയത്തിലും ഈ ഞാൻ മൃദുവായിട്ടാണ് സംസാരിക്കുന്നത്, ഞാൻ വളരെ ജനകീയനായിട്ട് ഞാൻ പറയുന്നുണ്ട് എന്ന ഒരു പുകമറ, അതിലാണ് ഈ PR വർക്കുകൾ നിൽക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാന ആണിക്കല്ലെന്ന് പറഞ്ഞാൽ ഈ PR വർക്കുകളായിപ്പോയി. അപ്പോൾ അത്തരം PR വർക്കുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസികൾ എന്താണെന്ന് അനലൈസ് ചെയ്യാൻ, ഒബ്ജക്റ്റീവ്ലി അനലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായിട്ട് അനലൈസ് ചെയ്യാൻ നമ്മൾ മറന്നു പോകും. അപ്പോൾ അന്ന് തൊട്ടേ ഈ ഒരു സംഭവമുണ്ട്. നിങ്ങളിപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം പുള്ളി പറഞ്ഞെന്താണ്, നമുക്ക് ഇനി ഹോസ്പിറ്റൽസിൽ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരേണ്ടി വരും, ധവളപത്രം എന്നൊരു സാധനം കൊണ്ടുവന്ന ഓർമ്മയുണ്ടായിരുന്നു. ധവളപത്രം കൊണ്ടുവന്നിട്ട് ഇവിടെ എല്ലാം കടമാണ്. അപ്പോൾ ഈ കടമാണെന്ന് പറയുമ്പോൾ പൊതുജനങ്ങളുടെ മനസ്സിൽ വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങ് കടത്തിലായി. ഞാൻ ആ കടം കൊടുക്കണം എന്നുള്ള രീതിയിലേക്കുള്ളൊരു പൊതുബോധം ആളുകളെ കൊണ്ടാക്കണം. സർക്കാരിൻ്റെ കടം എന്ന് വെച്ചാൽ ഞാൻ കൊടുക്കേണ്ട കടമാണ്. പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ കടമെടുത്ത ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ കോൺഗ്രസിൻ്റെ സംസ്ഥാനങ്ങളൊക്കെ വരും കേരളത്തിനേക്കാളും മുമ്പിൽ. കേരളമൊക്കെ വളരെ പുറകിലാണ്. ഈ ഒരു റേഷ്യോ ഉണ്ടല്ലോ, GDP to ഡെറ്റ് റേഷ്യോ ആണെന്നാണ് തോന്നുന്നത്. കൃത്യമായിട്ട് എനിക്ക് പേരിപ്പോൾ ഓർമ്മ വരുന്നില്ല. പക്ഷേ ഒരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ വളരെ പുറകിലാണ് കേരളം നിൽക്കുന്നത്. പക്ഷേ പൊതുജനങ്ങൾക്ക് ഞാൻ ആ കടം കൊടുക്കണം, ഞാനിവിടെ ഒന്നിങ്ങനെ ആലോചിക്കുകയാണോ, ഞാൻ ആ കടം കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, എൻ്റെ ലോണാണെന്നുള്ള രീതിയിലൊരു പൊതുബോധം ഉണ്ടാക്കി. എന്നിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? പ്രൈവറ്റൈസേഷൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനുമായിട്ട് കാണുന്നു, അദാനിയുമായിട്ട് മീറ്റ് ചെയ്യുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇത് ഇലക്ഷന് മുമ്പ് തൊട്ടേ ഇതിൻ്റെ പരിപാടിയാണ് എന്ന് പല ആളുകൾ പല കോണുകളിൽ നിന്ന് പറഞ്ഞു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സാംസ്കാരിക ലോകം അതിനെ ശ്രദ്ധിച്ചില്ല.
ഈ ഒരു ഇലക്ഷൻ നമ്മുടെ സാംസ്കാരിക ലോകത്തെ സാംസ്കാരിക നായകന്മാർ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽസ് എന്ന് പറയുന്ന ആളുകൾ ഗിമ്മിക്ക് രാഷ്ട്രീയത്തിൽ വീണു പോകുന്നവരാണെന്നുള്ളൊരു അപ്രിയ സത്യം മനസ്സിലാക്കിയ ഒരു ഇലക്ഷൻ കൂടിയാണിത്. നമ്മുടെയൊക്കെ ഒരുപാട് ഇപ്പം നമ്മളൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ വന്ന അല്ലെങ്കിൽ രാഷ്ട്രീയം മനസ്സിലാക്കാൻ ശ്രമിച്ച കുറേ ആളുകളുണ്ടായിരുന്നു. അവരുടെയൊക്കെ സ്പീച്ചുകൾ കണ്ടിട്ടായിരിക്കും നമുക്ക് സാമൂഹിക നീതി, രാഷ്ട്രീയം ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത്. പക്ഷെ അവരൊക്കെ തന്നെ ഈ ഗിമ്മിക്ക് രാഷ്ട്രീയത്തിലാണ് ഇയാളൊരു ഭയങ്കര തത്വചിന്തകനാണ്, ഇയാളൊരു വലിയ ബുക്ക് വായിക്കുന്ന ആളാണ്, ഇയാൾ മിതമായി സംസാരിക്കുന്നവനാണ്, അതൊക്കെയാണ് നമുക്ക് വേണ്ടത്, അതാണ് ഒരു ജനാധിപത്യ മൂല്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ. ഇപ്പോൾ കാരിശ്ശേരി മാഷിൻ്റെ ഒക്കെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു, ഇങ്ങനെ തുടർ ഭരണം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ ഒരു ബ്യൂട്ടി അല്ല. ജനാധിപത്യത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം, അതാണ് ജനാധിപത്യത്തിൻ്റെ ബ്യൂട്ടി. അങ്ങനെ പിന്നെ ഇലക്ഷൻ നടത്തേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കങ്ങൊരു വീലം കളയ്ക്കാൻ പറ്റും. ഇലക്ഷൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്കങ്ങനെ ഒരു ബട്ടൺ അങ്ങ് വെച്ചാൽ മതിയോ. 5 വർഷം കഴിയുമ്പോൾ ഒരു ബട്ടൺ ഓണാവും, അപ്പോൾ ഒക്കെ നമ്മൾ അടുത്ത ആൾ ഭരണത്തിൽ വരുന്നു, പിന്നെ ഒരു ബട്ടൺ ഓണാവും, പിന്നെ അടുത്ത ഇലക്ഷൻ നടത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ നറേറ്റീവുകൾ ഇറക്കി ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇപ്പം എന്താണ്, നിങ്ങൾക്ക് കറണ്ടില്ല, നിങ്ങൾക്ക് കറണ്ടില്ലാത്തതിന് കാരണം പറയാൻ മഴയില്ലാത്തതാണ്, അല്ലെങ്കിൽ LDF കാരണം കറണ്ടില്ലാത്ത, ഹോസ്പിറ്റൽസിൽ ചികിത്സയുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ പറഞ്ഞാൽ നമുക്കിനി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പബ്ലിക് ഹോസ്പിറ്റൽസ് കൊണ്ടുവരണം. കഴിഞ്ഞ 10 വർഷം നമ്മൾ ചെയ്തത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനാണ് കേരളം ശ്രമിച്ചിട്ടുള്ളത്. ഒരു സംസ്ഥാനത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നമ്മുടെ കേരളം ഒരുപാട് സാമൂഹിക സൂചികൾ മുമ്പോട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അത് എവിടുന്നോ വന്നതല്ല, ഇവിടുത്തെ പൊതുമേഖല സാധാരണക്കാരനായ മനുഷ്യന് പോലും ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഇവിടുത്തെ പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്റർ, സെക്കൻഡറി ഹെൽത്ത് കെയർ സെൻറ്റർ അല്ലെങ്കിൽ ജില്ലാതലം, താലൂക്ക് തലം, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആക്സസിബിൾ ആയിട്ടിരിക്കുന്നു എന്നതാണ്. ഞാൻ ഡൽഹിയിലാണ് വളർന്നത്. ഡൽഹിയിലെ തലസ്ഥാന നഗരിയിലെ ആളുകൾ റേഷൻ കടയുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റേഷൻ കട ഇല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അവിടെ മുഴുവൻ അഴിമതിയാണ്. ഭൂരിപക്ഷം മനുഷ്യരും കാശുണ്ടാക്കി, പൈസ ഉണ്ടാക്കി, ആ പൈസയിൽ നിന്ന് പൈസ ചിലവാക്കിയാൽ മാത്രമേ അവർക്ക് തിന്നാനുള്ള ഭക്ഷണം പോലും കിട്ടത്തുള്ളൂ. അതിനുപോലും വകയില്ലാത്ത ആളുകളാണ് ഈ റേഷൻ കടയുടെ മുമ്പിൽ വലിയ ക്യൂ, മണിക്കൂറുകൾ നീണ്ട ക്യൂ ആയിരിക്കും. കേരളത്തിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? ഇല്ല. കാരണം എന്താണ്? പൊതുമേഖല വളരെ വളരെ അധികം ഡെവലപ്ഡ് ആണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാം, പേഴ്സണൽ ഒരു ഇത് പറയാം. ഇപ്പം എനിക്കൊരു കുട്ടി ഉണ്ടായി, കോവിഡ് സമയത്താണ് കുട്ടി ഉണ്ടായത്. അപ്പം ഞാൻ ഡൽഹിയിലും ഹൈദരാബാദിലും ഒക്കെ താമസിച്ചിട്ട് ഞാൻ നാട്ടിൽ വന്നപ്പോൾ നാട്ടിലത്തെ ഈ പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്റർ അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് ലെവലിൽ നിന്ന് ആളുകൾ ഇത് വരും, സർവേ ഒക്കെ വന്നിട്ട്, ഇത് ഗ്രാമപ്രദേശമാണ്, എൻ്റെ വീടെന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശത്താണ്. അവിടെയാണ് ഈ വന്നിട്ട് അവർ പറയുകയാണ്, നിങ്ങൾക്ക് കുട്ടി ഉണ്ടായി എന്നൊരു ഡേറ്റ നമുക്ക് കിട്ടി, അത് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ട്, ഇനി മുതൽ നിങ്ങളുടെ റേഷനിൽ കുട്ടിക്കുള്ള അമൃതം പൊടി, കുട്ടിക്കുള്ള ബേസിക് ഹെൽത്ത് സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് വാങ്ങിക്കണം എന്നത് ഉറപ്പുവരുത്തുകയാണ്. ഈ ഒരു സംവിധാനം ഇന്ന് ഞാനിത് പറയുമ്പോൾ മിക്ക മലയാളികൾക്ക് അത് വളരെ സിമ്പിൾ കാര്യമായിട്ട് തോന്നും. ഇതെന്തത്ര വലിയ കാര്യം, ഇത് ചെയ്യാനല്ലേ സർക്കാർ. പക്ഷേ ഇതുപോലും ഇല്ലാത്തതാണ് പല സംസ്ഥാനങ്ങളും. പല സംസ്ഥാനങ്ങളും അങ്ങനെ ഇല്ല. കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ അവൻ തന്നെ കഷ്ടപ്പെട്ട് അവൻ്റെ കുട്ടീനെ നോക്കണം. അവൻ്റെ വീട്ടിൽ എന്ത് കിട്ടുന്നു അത് മേടിച്ച് കൊടുക്കാനുള്ള ബാധ്യസ്ഥത അവൻ്റെ പുറത്താണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിന് എങ്ങനെ, അത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ് കുട്ടികളെ നോക്കുക. ഇങ്ങനെയാണ് നമ്മുടെ സമൂഹം ഡെവലപ്പ് ആവുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഈ സോഷ്യൽ വെൽഫെയർ, അല്ലാതെ ഭയങ്കര ശതകോടീശ്വരന്മാർ നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ടല്ല നമ്മുടെ ഈ സംസ്ഥാനം വളരെ മികച്ചിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം മികച്ചിരിക്കുന്നത് താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് ഈ വക കാര്യങ്ങൾ ആക്സസിബിൾ ആണെന്നാണ്. അത് ഡെവലപ്പ് ചെയ്യാൻ എന്ത് കാര്യങ്ങളാണ് ചെയ്യുന്നത്, അത് ആരാണ് കൊണ്ടുവരുന്നത് എന്ന രീതിയിലാണ് നമ്മൾ എന്ത് തരം രാഷ്ട്രീയ വീക്ഷണവും നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഏതോ ഒരു സെലിബ്രിറ്റി കൾച്ചറിൽ നിൽക്കുന്ന ആൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ആ സെലിബ്രിറ്റി ഉണ്ടല്ലോ സിനിമകളിൽ നായകന്മാരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ആ ഒരു നായകന്മാരുടെ ഒരു ബിഹേവിയർ നോക്കിയിട്ടല്ല, പോളിസികൾ നോക്കിയാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെയാണ് ഈ UDF എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞത് ഇലക്ഷന് മുമ്പ് തന്നെ കൃത്യമായിട്ട് അറിയായിരുന്നു ഈ ഡയറക്ഷനിലായിരിക്കുമെന്ന്. ഇപ്പോൾ ആളുകൾ റിയലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറണ്ട് ഇല്ല, അതില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആളുകൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴും ആളുകൾ സ്വയം ഇങ്ങനെ കൺസോൾ ചെയ്യുകയാണ്, ഇല്ല സമയമായിട്ടില്ല, പ്രശ്നമായിട്ടില്ല, നമുക്കിനിയും ഇനിയും നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2018 ശേഷം നമുക്കൊരു പ്രളയം ഇപ്പോഴാണ് അതേ സമാനമായിട്ടുണ്ടാവുന്നത്. പക്ഷെ അന്നത്തെ LDF സർക്കാരിന്റെ ഒരു പ്രവർത്തന രീതിയും ഇന്നത്തെ സർക്കാരിന്റെ ഒരു പ്രവർത്തന രീതിയും പൊതുജനങ്ങൾക്ക് ഒരുപാട് മനസ്സിലാവുന്നുണ്ട്. പ്രകടമായിട്ട് തന്നെ അത് നമുക്കത് കാണുന്നുണ്ട്.
ഈ സർക്കാർ എന്താ ചെയ്യുന്നേ എന്നുള്ളത്. അപ്പോൾ ഇത്രയും വോട്ട് കൊടുത്ത ജനങ്ങൾക്ക് തെറ്റായി പോയി എന്നൊരു തോന്നലില്ലേ? തെറ്റായി തോന്നലുണ്ടോ ജനങ്ങൾക്ക് എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് സർക്കാരിനെതിരെയുള്ള സോഷ്യൽ മീഡിയ പ്രതിഷേധങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ പൊതു അഭിപ്രായം എന്താണെന്ന് പറയാൻ എനിക്കും അറിയില്ല. കാരണം നമ്മളെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള അഭിപ്രായങ്ങൾ വെച്ചിട്ടേ നമുക്ക് അസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ കഴിഞ്ഞ സർക്കാർ ചെയ്തത് വെറുതെ ആ കഴിഞ്ഞ സർക്കാർ നല്ല സർക്കാർ, തങ്കപ്പെട്ട മനുഷ്യർ, അല്ലെങ്കിൽ അവർക്കെന്തോ സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടല്ല. അവരുടെ രാഷ്ട്രീയവും അവരുടെ സംഘടനാ ശക്തിയും കൊണ്ടാണ്. ഈ ഒരു കേഡർ സംവിധാനം, വളരെ താഴെത്തട്ടിൽ നിന്നുള്ള പല സന്നദ്ധ സംഘടനകൾ, പാർട്ടി കേഡർഷിപ്പ്, പിന്നെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഫോഴ്സ്, ഇങ്ങനെയുള്ള പല ആളുകളെ മൊബിലൈസ് ചെയ്തിട്ടാണ് പോകുന്നത്. മനസ്സിലായി? ഈ ഇടതുപക്ഷം നിലനിൽക്കുന്നതും ഇടതുപക്ഷം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതും വലതുപക്ഷം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതും തമ്മിൽ കൃത്യമായ ഒരു വ്യത്യാസമുണ്ട്. ഇടതുപക്ഷം പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നതിന് ഇത് നമുക്കൊരു സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ജനങ്ങൾ കൂട്ടായി പ്രതികരിച്ച് അല്ലെങ്കിൽ കൂട്ടായി ഇറങ്ങിയാൽ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കത്തുള്ളൂ എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് പല സംഘടന DYFI, AISF, SFI അങ്ങനെയുള്ള സംഘടന, പിന്നെ മറ്റ് ബഹുജൻ സംഘടനകൾ, അതുമാതിരി തന്നെയുള്ള ഈ ചെറിയ എന്താ പറയുക അംഗൻവാടി, അങ്ങനെയുള്ള പല പല സംഭവങ്ങളെ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനം ഉള്ളപ്പോഴാണ് ഈ പ്രശ്നം മിനിമൈസ് ആവുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ആ സമയത്ത് നമ്മളങ്ങ് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രസംഗം പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നമ്മളങ്ങ് ഇറങ്ങുകയാണെന്ന് പറഞ്ഞാൽ അത് പുള്ളി ഇറങ്ങുക എന്നല്ല പുള്ളി ഉദ്ദേശിക്കുന്നത്. പുള്ളി വെച്ചാൽ പുള്ളി ആ നെറ്റ്വർക്ക്, ആ ഒരു ഇടതുപക്ഷത്തിൻ്റെ നെറ്റ്വർക്ക് ഇറങ്ങണം. പക്ഷേ വലതുപക്ഷത്തിന് ആ ഒരു നെറ്റ്വർക്ക് ഇല്ല. മനസ്സിലായില്ലേ? വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അത്തരം നെറ്റ്വർക്കുകളില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിലനിൽക്കുന്നത് സൂപ്പർ ഹീറോസിലാണ്. VD സതീശൻ എന്ന സൂപ്പർ ഹീറോ, രമേശ് ചെന്നിത്തല എന്ന സൂപ്പർ ഹീറോ. അത് ഈ ഇലക്ഷൻ കഴിഞ്ഞ് നമുക്കറിയില്ല, 3 നേതാക്കളുടെ പേരിൽ ഇങ്ങനെ. അപ്പോൾ ഈ ലിബറൽ ഇൻഡിവിജ്വലിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നം അതാണ്. അപ്പോൾ ആ ലിബറൽ ഇൻഡിവിജ്വലിസ്റ്റ് രാഷ്ട്രീയം വിചാരിക്കുന്നത് ഞാൻ നല്ല നിയമങ്ങളുണ്ടാക്കി, പേപ്പറിൽ കാണാൻ മനോഹരമായിട്ട് ഞാൻ തുല്യത എന്ന് എഴുതി വെച്ചു, അല്ലെങ്കിൽ സൗമ്യത എന്ന് ഞാൻ എഴുതി വെച്ചു. അത് എഴുതി വെച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല, അത് എഴുതി വെച്ചിട്ട് കാര്യമില്ല. അതൊരു മെറ്റീരിയൽ ഫോഴ്സായിട്ട് നമ്മളൊരു സംഘടനാ ഒരു അതിലൂടെ കടന്നുപോയി നമ്മൾ ഇറങ്ങണം. അതിനുള്ള ഒരു പലപ്പോഴും അവർക്ക് കഴിയാറില്ല. കാരണം അത് വലതുപക്ഷത്തിനില്ല എന്നതാണ് എൻ്റെ ഒരു വിമർശനം. വലതുപക്ഷ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയം തമ്മിലുള്ള ഒരു വ്യത്യാസം, കാതലായ വ്യത്യാസം എന്നാൽ ഇടതുപക്ഷം എപ്പോഴും ഒരു കൂട്ടായ്മയായിട്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. വലതുപക്ഷം അങ്ങനെയല്ല. ഒരാൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓർഡർ കൊടുക്കുന്നു, ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തോളും, നിയമങ്ങളും സർക്കാരുകളും അങ്ങ് ചെയ്തോളും. അങ്ങനെയല്ല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. ഈവൻ നമ്മുടെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി, നമ്മൾ കേരളത്തിൻ്റെ ഒരു പദ്ധതി നമുക്ക് ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു. അതിന് പരിമിതികളുണ്ട്. ഓഫ് കോഴ്സ്, ഞാൻ എല്ലാം പെർഫെക്റ്റ് ആണെന്നല്ല പറഞ്ഞു. എല്ലാ പദ്ധതികൾക്കും നമ്മുടെ സമൂഹത്തിൽ പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ നിന്ന് വരുന്ന സർക്കാരുകൾക്കും പരിമിതി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ സർക്കാരുകൾ ഉണ്ടാക്കുന്ന പദ്ധതികൾക്കും പരിമിതിയാവും. പക്ഷേ എങ്കിലും അത്തരം പദ്ധതികൾ നടപ്പിലായതും എങ്ങനെയാണ്? ഇതേ ഞാൻ പറഞ്ഞ സന്നദ്ധ സംഘടനകൾ, കേഡേഴ്സ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂട്ടായാണ്. അപ്പോൾ ഒരു സമൂഹം കൂട്ടായി ഇറങ്ങിയാൽ മാത്രമേ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നൊരു തിരിച്ചറിവ് ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. അതൊരു ക്രൈസിസ് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് 1000 പുസ്തകം വായിക്കാം, പക്ഷെ ഞാൻ 1000 പുസ്തകം വായിച്ചാലും ഒരു പ്രശ്നം വരുമ്പോൾ ഈ എല്ലാവരും കൂടെ ഇറങ്ങിയാലേ ആ പ്രശ്നം പരിഹരിക്കത്തുള്ളൂ. ആ ഒരു രാഷ്ട്രീയ വിഷനാണ് ഇപ്പോഴത്തെ സർക്കാരിന് ഇല്ലാത്തതെന്നാണ് എൻ്റെ വിമർശനം. ഇത്രയും പ്രളയബാധിതരായി നമ്മുടെ നാട് നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് തുണയായി നിൽക്കേണ്ടതിന് പകരം ഹെലികോപ്റ്ററിൽ ഭാര്യയുടെ അച്ഛനെ കാണാൻ പോകുന്നു. നമ്മൾ പറയാം UDF എതിർക്കുന്നവർ ഇത് വിമർശിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറം അതിലൊരു ധാർമ്മികമായിട്ടുള്ള ഒരു ബോധം കാണിക്കണ്ടേ? അത് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ആരെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നത് തന്നെയാണ് ചോദ്യം. നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്ന സർക്കാരുകളാണ് വരുന്നതെന്നാണ്. പക്ഷെ നിങ്ങൾ ആ സർക്കാരുകളെ ഫണ്ട് ചെയ്യുന്ന ആരാണെന്ന് മനസ്സിലാക്കിയാലാണ് അവരാരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. ഇപ്പം പുള്ളി പറഞ്ഞത്, ഇപ്പോൾ പുള്ളി അതിനകത്ത് ക്ലാരിഫിക്കേഷൻ തരുന്നത്, ഞാൻ അമ്മായി അച്ഛനെ കാണാനല്ല പോയത്, ഞാൻ ഒരു ബിസിനസ് പ്രൈവറ്റ് ഇൻവെസ്റ്ററിനെ കാണാനാണ് പോയതെന്നാണ്. രണ്ടായാലും ഇറ്റ്സ് ദ സെയിം തിങ്. നിങ്ങൾ എന്തിനു പ്രയോറിറ്റൈസ് ചെയ്യുന്നു? അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, 2018 പിണറായി വിജയൻ്റെ ഒരു സംഭവം വന്നിരുന്നു. എല്ലാ പൊതുപരിപാടികളും ഞാൻ റദ്ദാക്കുന്നു എന്നായിരുന്നു അത് വന്നത്. എല്ലാ പൊതുപരിപാടികളും ഞാൻ റദ്ദാക്കുന്നു. ആ സമയത്ത് പുള്ളിക്ക് എന്തോ വെളിയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതും ഞാൻ നിർത്തലാക്കുന്നു, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഏകോപനത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ അതിവർക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആരെയാണ് എന്നതാണ് ചോദ്യം. UDF ഒരു കാലത്തും സാധാരണ മനുഷ്യരെല്ലാം റെപ്രസെൻറ്റ് ചെയ്തു. UDF എല്ലാ കാലത്തും ഇന്ന് നിങ്ങൾ UDF എടുത്തു നോക്കിയാൽ അവർ UDF മാത്രമല്ല കോൺഗ്രസിനെ നിങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഫ്യൂഡൽ ലോഡ്സും ബിസിനസ് മാഗ്നറ്റ്സും കൊണ്ട് നിറഞ്ഞ ഒരു പാർട്ടിയാണ്. അപ്പോൾ അവരുടെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ് കൊണ്ടുവരിക, പ്രൈവറ്റ് ഇൻവെസ്റ്ററിനെ കാണുക, എവിടെയെങ്കിലും പോയി അത്താഴം കഴിക്കുക, വലിയ ഡിന്നറിന് പോയി കഴിക്കുക, ഇതൊക്കെയാണ് അവരുടെ മെയിൻ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ. അവരുടെ സംഘടനയുടെ മെയിൻ ആളുകളെന്ന് പറഞ്ഞാലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വളരെ കുറവ്, അല്ലെങ്കിൽ സാധാരണക്കാരുടെ റെപ്രസെൻറ്റ് ചെയ്യും, സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ കുറവാണ്. അതുകൊണ്ട് ഇതൊക്കെ നടക്കും. അതൊരു സർപ്രൈസിങ് കാര്യമല്ല. അത് ആളുകൾ ഇപ്പോൾ ഭയങ്കര അയ്യോ ഇതെന്താ ഇങ്ങനെ എന്ന് സർപ്രൈസോട് നോക്കുമ്പോൾ എനിക്ക് അവരോട് പറയാം, നിങ്ങൾ എന്തിനാ സർപ്രൈസ് ആവുന്നത്, ലൈക്ക് വാട്ട് യു എക്സ്പെക്ട് എന്നാണ് ചോദ്യം. കാരണം അവരെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഭൂരിഭാഗം മേയരും സാധാരണക്കാരും അവരുടെ ഒരു സംഘടന അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യത്തിന് വേണ്ടി ഫോർമായിട്ടുള്ളൊരു പാർട്ടിയാണെങ്കിൽ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഇറങ്ങും. പക്ഷേ നമ്മുടെ പാർട്ടി തന്നെ ഉണ്ടായത് തന്നെ ശതകോടീശ്വരന്മാർക്കും ഡൈനാസ്റ്റി പൊളിറ്റിക്സിനും ഫ്യൂഡൽ ലോഡ്സിനും വേണ്ടിയാണെങ്കിൽ നമ്മളുടെ പെരുമാറ്റങ്ങളെല്ലാം അതിനു വേണ്ടിയായിരിക്കും. അതിൽ വലിയ സർപ്രൈസിങ് ഫാക്ടർ ഒന്നുമില്ല, അതിങ്ങനെ തന്നെ ആയിരിക്കും. ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ഈ സർക്കാരിൽ നിന്ന്, അതുകൊണ്ടാണോ ഇത്രയും നിരാശ തോന്നുന്നത്? അതെനിക്കറിയില്ല, എനിക്ക് പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ജനങ്ങളുടെ പ്രതീക്ഷ എനിക്കറിയില്ല. ഞാനപ്പോഴേ പല വേദികളിൽ പറയുന്നുണ്ട്, ഇതൊരു ഗിമ്മിക്ക് രാഷ്ട്രീയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് മതി, വലതുപക്ഷം എപ്പോഴും നിലനിൽക്കുന്ന ഗിമ്മിക്ക് രാഷ്ട്രീയത്തിലാണ്. ഇത് തുടക്കത്തിലെ പാളിപ്പോയ അവസ്ഥയാണ് ഇപ്പോൾ. തുടക്കത്തിലെ പാളിയോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഈ എന്താ പറയുന്നത്, എനിക്കിപ്പോഴും പൊതുജനങ്ങളുടെ അഭിപ്രായം ഒരു വൈബ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ പക്ഷേ ഇതിങ്ങനെയാണ് പോകുന്നതെന്ന് എനിക്കറിയാം, മനസ്സിലായി. ഇവരുടെ പോളിസികൾ കാണുമ്പോൾ എന്താണ് പോകുന്നത് നമുക്ക് കൃത്യമായിട്ട്, അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷെ പൊതുജനങ്ങൾക്ക് അത് മനസ്സിലായോ ഇല്ലയോ എനിക്കറിയില്ല. കാരണം ഭയങ്കര PR വർക്കുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ. എന്തൊരു സംഭവം ഉണ്ടെങ്കിലും അതിന് PR വർക്കുകളാണ്. നമ്മളിപ്പോൾ PR വർക്കുകൾ വഴി കവർ ചെയ്യുക എന്നൊരു രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ വിജയ് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലും PR വർക്കിന് കുറച്ച് വാല്യൂ കൂടിയോ, കുറച്ച് ഒരു PR വർക്കിൽ കാര്യമുണ്ട് എന്ന് പലർക്കും മനസ്സിലായി തുടങ്ങിയോ എന്നൊരു സംശയം. നമ്മുടെ നാട്ടില് ആ ഒരു അത്രയും വൈബ്രന്റ് ആയിരുന്നില്ല, അഗ്രസീവായിട്ട് PR ബോക്സ് ചെയ്തിരുന്നില്ല ആരും. പക്ഷേ ഈ വിജയ്ക്ക് ശേഷം വിജയ്ക്ക് ശേഷം മാത്രമല്ല, ഈ സുനിൽ കനകോലു എന്ന് പറഞ്ഞ ആളെയാണല്ലോ കൊണ്ടുവന്നത് ഈ കോൺഗ്രസ് അവരുടെ PR-ന് വേണ്ടി. പുള്ളി നോർത്ത് ഇന്ത്യയിലെല്ലാം PR വർക്ക് ചെയ്ത് വന്ന ആളാണ്. അതൊരു ട്രെൻഡ്. അപ്പം അത് വർക്കാവുന്നുണ്ട്, നോർത്ത് ഇന്ത്യയിലൊക്കെ അത് വർക്കാവുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയതാണ്. അപ്പം നിങ്ങൾ ഈ കാണുന്ന ഓരോ ആ PR വർക്കിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാർത്താ സമ്മേളനത്തിന് മുമ്പ് നിങ്ങൾ എങ്ങനെ സംസാരിക്കണം, എന്ത് ചോദ്യങ്ങൾ എടുക്കണം, എന്ത് ചോദ്യത്തിന് എന്ത് മറുപടി കൊടുക്കണം എന്നത് കൃത്യമായ ഒരു സ്ക്രിപ്റ്റോടുകൂടിയായിരിക്കും നിങ്ങൾ വരുന്നത്. അതാണ് ഇപ്പോൾ ഞാൻ കണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ VD സതീശൻ്റെ വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ പറയുന്നത്, ഞാനൊരു ഭക്ഷണം കഴിച്ചു പോയി, എന്നെ ഒന്ന് നിങ്ങളൊന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആളുകളും ഭക്ഷണം പോലും കഴിക്കാൻ സമ്മതിക്കാത്ത ഒരു ആളുകൾ പക്ഷേ അപ്പോൾ ആളുകളുടെ മനസ്സ് പക്ഷേ പാവം കഷ്ടം, ഭക്ഷണം കഴിക്കാൻ നമ്മളെ സമ്മതിച്ചില്ലല്ലോ, ഒന്നുമില്ലെങ്കിൽ അയാൾ ഇത്രയും നമ്മൾ കഷ്ടപ്പെടുന്ന ആളല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് നറേറ്റീവ് ഷിഫ്റ്റ് നടത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു PR ടീമും നമ്മുടെ രാഷ്ട്രീയം അങ്ങനെ ആയിക്കഴിഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ജനാധിപത്യത്തെ കൺട്രോൾ ചെയ്യുന്നത് മണിയുള്ളവരാണ്. അപ്പോൾ മണിയുള്ളവർ അവരുടെ നറേറ്റീവ്സ് ഇറക്കിക്കൊണ്ടിരിക്കും. എൻ്റെ നിരാശ എന്ന് വെച്ചാൽ അതിന് കുട പിടിക്കുന്നത് നമ്മുടെ സാംസ്കാരിക നായകന്മാരാണ് എന്നതാണ് എൻ്റെ നിരാശ. അത് മാത്രം. ഇതെങ്ങനെ വരുന്നു എന്നതിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല, അല്ലെങ്കിൽ വലിയ സർപ്രൈസ് ഒന്നുമില്ല. എൻ്റെ സർപ്രൈസ് എന്ന് വെച്ചാൽ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ ഈ വിഷയം കാണുന്നില്ല, ഈ ഒരു പ്രശ്നം മനസ്സിലാക്കുന്നില്ല. ഏത് രാഷ്ട്രീയക്കാർ ഏത് വിഭാഗം മനുഷ്യരോടാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള ചില രാഷ്ട്രീയ മൂല്യങ്ങളും ചില ഗിമ്മിക്കുകളിലും വീണ് നമ്മളിതാണ് ചെയ്യേണ്ടത്, അതാണ് ചെയ്യേണ്ടത്. ഇപ്പം ഒരു പേരെടുത്ത് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പം സണ്ണി മാഷ്, ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് സണ്ണി മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനൊക്കെ പുള്ളിയുടെ പ്രസംഗങ്ങൾ കണ്ട് വളരെയധികം ഇൻസ്പയർ ആയിട്ടുണ്ട്. പുള്ളിയുടെ രാഷ്ട്രീയവും പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം സൂക്ഷ്മതയോടുകൂടി ഞാൻ നോക്കുന്ന ആളായിരുന്നു. പക്ഷെ പുള്ളിയൊക്കെ ഈ ഇലക്ഷൻ സമയത്ത് വളരെ ഓപ്പണായിട്ട് കോൺഗ്രസിന് വേണ്ടി ഇറങ്ങുമായിരുന്നു. അതും കോൺഗ്രസ് പുള്ളിക്ക് സീറ്റ് കൊടുക്കാമെന്ന് പറയുന്നു, ഇത് പുള്ളിയെ പറ്റി. എന്നിട്ടും പുള്ളി കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ പോലും പുള്ളിയുടെ വിമർശനങ്ങളുടെ ഒരു
ഒരു തീക്ഷ്ണത എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ വിമർശനമാണ് കൂടുതൽ. ഇടതുപക്ഷത്തെ വിമർശിക്കുക, ഇടതുപക്ഷ വിമർശനമാണ് സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് മാറുന്നത്. അതെന്തുകൊണ്ട് ഈ സണ്ണി മാഷിനെ പോലുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നില്ല? സണ്ണി മാഷും ഈവൻ TS ശ്യാംകുമാർ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്, പുള്ളിയും ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. പുള്ളിയും ഈ ഒരു രീതിയിലാണ്, അതായത് ഒരു മോറലിസ്റ്റിക് ഫ്രെയിം വർക്കിൽ ഇരുന്നിട്ട്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സർക്കാരുകൾക്കും പ്രശ്നം ഉണ്ടായിരിക്കും. നമുക്ക് കമ്പയർ ചെയ്യണമല്ലോ, നമ്മൾ കമ്പാരിസണിലാണ് നമ്മുടെ ജീവിതം നിൽക്കുന്നത്. ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇതിലേതാണ് ബെറ്റർ എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഈ സർക്കാർ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് 100 പ്രശ്നങ്ങളായിരുന്നു. അവസാനം ഇടതുപക്ഷം തോറ്റ് വലതുപക്ഷം വന്നതിന് ശേഷം ഈ നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളിലൊക്കെ VC-മാരുടെ നിയമനമൊക്കെ നടക്കുന്നു, ഫുൾ RSSന്റെ കൺട്രോളിലേക്ക് പോകുന്നു. അപ്പോൾ അത് കുറേ പേര് ചോദ്യം ചെയ്യുന്നു, കുറേ വിദ്യാർത്ഥി സംഘടനകൾ അത് ചോദ്യം ചെയ്ത് സമരത്തിന് വരികയാണ്, ഇവിടെ സംഘവൽക്കരണം നടക്കരുത്. അപ്പോൾ TS ശ്യാംകുമാർ എഴുതുന്ന പോസ്റ്റ് വെച്ചാൽ ഇത് ചോദിക്കാൻ സഖാക്കൾക്ക് യോഗ്യതയില്ലെന്ന്. കാരണം നിങ്ങൾ നിയമനത്തിൽ SC/ST സംഭവം എന്താ പറയുന്നത്, ആ ഒരു റെപ്രസെൻറ്റേഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തില്ല, അതിന് നിങ്ങൾ പരിശ്രമിച്ചില്ല, അതുകൊണ്ട് ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്ന്. അപ്പോൾ പുള്ളിക്ക് ഈ ഹിന്ദുത്വവൽക്കരണം നടക്കുന്നു, ആ ഒരു പ്രശ്നം നടക്കുന്നു എന്ന് പറയുമ്പോൾ പോലും പുള്ളി ഫോക്കസ് ചെയ്യുന്നത് ഈ ഐഡൻറ്റിറ്റി ഇഷ്യൂസാണ്. ഇതാണ് ഈ ഐഡൻറ്റിറ്റി ഇഷ്യൂസിൻ്റെ പ്രശ്നം. ഇതാണ് ഐഡൻറ്റിറ്റി ഇഷ്യൂസ് റൈറ്റ് വിങ്ങിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണിത്. ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അത് റൈറ്റ് വിങ്ങിന് എനേബിൾ, കാരണം അത് കൂടുതൽ അത് 24/7 ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഈ ഇടതുപക്ഷത്തെ വിമർശിച്ചുകൊണ്ടിരിക്കും. ഇടതുപക്ഷത്തെ എപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കും, വലതുപക്ഷത്തെ അത് വലിയ കാര്യമാക്കത്തില്ല. അതിൻ്റെ ആത്യന്തിക ഗുണം എന്താണെന്ന് വെച്ചാൽ വലതുപക്ഷ ആഖ്യാനങ്ങൾ കൂടുതൽ ശക്തപ്പെടുകയും ഇടതുപക്ഷം വീക്കനാവുകയും ചെയ്യും. അതിന് കുട പിടിക്കുകയാണ് ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കണ്ടത്. അതാണ് എൻ്റെ ഒരു വിഷമം, അതാണ് എൻ്റെ ഒരു കൺസേൺ ആണ്. ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് പറയുന്ന ആളുകൾ എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്? കാരണം അവർക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത് കാരണം ഓരോ ഐഡൻറ്റിറ്റിക്കും ഓരോ പ്രശ്നങ്ങൾ പറയാമല്ലോ. ഈവൻ മുസ്ലിം ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൽ നമുക്ക് കാണാം. ഇപ്പം മുസ്ലിം ലീഗ് മുസ്ലിം ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ആണ്, നമുക്കറിയാം. അവരൊരു വർഗീയ ശക്തിയാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മുസ്ലിം ലീഗ് ഒരു വർഗീയ ശക്തിയാണെന്നൊക്കെ ചില സംഘപരിവാർ എന്ന് പറഞ്ഞാൽ, പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല ഒരു വർഗീയ ശക്തി. അവർ മുസ്ലിം പ്രശ്നങ്ങൾ, മുസ്ലിം സ്വത്ത് പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ സംഘടിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി അതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ PM ശ്രീ വന്നപ്പം ഇവിടെയുള്ള ഇടതുപക്ഷം പറയുന്നുണ്ട്, PM ശ്രീ പദ്ധതിയിൽ നമുക്ക് നമ്മുടെ കേന്ദ്ര സർക്കാർ, അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശിവൻകുട്ടിയും തോമസ് ഐസക്കും ഒക്കെ ഒരു വലിയ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. നോക്കൂ, PM ശ്രീയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രം നമ്മളെ ഞെരുക്കുകയാണ്. കേന്ദ്രത്തിൽ നമുക്ക് ഫണ്ട് കിട്ടാനുള്ള കുറച്ച് ഫണ്ടുണ്ട്. ഈ MOU സൈൻ ചെയ്താൽ മാത്രമേ അവർ SSK ഫണ്ട് റിലീസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ താൽക്കാലികമായി ഇത് ചെയ്യുകയാണ്, MOU ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിനെതിരെ ഒരു വിമർശനം. അപ്പോൾ ആ MOU ഇനി നമ്മൾ മരവിപ്പിക്കും എന്നുള്ള സംഭവം, അതിനെല്ലാം എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നുണ്ട്. ഇതൊരു പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നതാണ്, അല്ലാതെ നമുക്ക് സംഘപരിവാറിനോട് അതൊന്നും അല്ല എന്നാണ്. അപ്പോൾ അന്ന് ഭയങ്കരമായിട്ടുള്ള ധാർമ്മിക രോഷമായിരുന്നു ഇവിടെയുള്ള മുസ്ലിം ലീഗ് കൊണ്ടുവന്നത്. അതായത് PM ശ്രീ നമ്മൾ കടലിൽ കളയും, ഇതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നു, ഓക്കെ, ഈ സംഘപരിവാർ ഭരിക്കുന്ന ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അടിച്ചമർത്തപ്പെടുന്നുണ്ട്, അപ്പോൾ ആ ഒരു അരക്ഷിതാവസ്ഥയിലും ആ ഒരു പേടിയിലും അവരിങ്ങനെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും എന്ന്. പക്ഷെ അവർ അധികാരത്തിൽ വന്നിട്ട് എന്താ ചെയ്ത് അവർ PM ശ്രീക്ക് ഇതായി, ദി ബോ ഡൗൺ. അപ്പോൾ അന്ന് ഉയർത്തിയ വിമർശനങ്ങളും അന്ന് ഉയർത്തിയ കോലാഹലങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോലാഹലങ്ങളുണ്ടാക്കി ഇടതുപക്ഷത്തെ തകർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി അവർ ചെയ്യുന്നത് ഒന്നെങ്കിൽ കൂടുതൽ വലതുപക്ഷവൽക്കരണത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകും, അല്ലെങ്കിൽ അങ്ങ് കൂടുതൽ വലതുപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ലെജിറ്റിമസി ഉണ്ടാക്കുക. ഇപ്പം സുരേന്ദ്രനൊക്കെ പറഞ്ഞത് ഇതായിരുന്നു, അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ എഡ്യൂക്കേഷൻ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് PM ശ്രീ നടപ്പിലാക്കാൻ സാധിച്ചു എന്നതാണ് ഞങ്ങളുടെ വിജയം എന്ന് പുള്ളി പറഞ്ഞു. ഇതാണ് രാഷ്ട്രീയത്തിലുള്ള പ്രശ്നം, ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ രാഷ്ട്രീയത്തിലുള്ള പ്രശ്നം. ഇതിവിടെ മാത്രമല്ല, നമുക്ക് വേറൊരു വിഷയം ഞാൻ എടുത്ത് കാണിക്കാം, വഖഫ് വിഷയം. വഖഫ് സമര 2021 വഖഫിൻ്റെ വഖഫ് വിഷയത്തിലൊരു റാലി നടത്തി. അതായത് ഈ വഖഫ് നിയമനത്തിൽ ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക, അന്നത്തെ സർക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമുക്ക് PSCക്ക് വിടാം, PSC നിയമനം വഴി നമുക്ക് വഖഫിൽ ഈ നിയമനങ്ങൾ നമുക്ക് നടത്താം എന്ന് പറഞ്ഞപ്പോൾ അന്ന് മുസ്ലിം ലീഗ് റാലി നടത്തി. ആ മുസ്ലിങ്ങളെ വഖഫിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ വഖഫ് നിയമനത്തിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി സർക്കാരുകൾ ചെയ്യുന്നു. ഇത് ഇടത് ഹിന്ദുത്വയാണ്, ഇത് നിങ്ങൾക്ക് പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര റാലി, ഭയങ്കര പ്രശ്നം.
ഇന്ന് അവർ അധികാരത്തിൽ വന്നിട്ട് അവർ പോയിട്ട് ഇത് കൊടുത്തിരിക്കുകയാണ്, സത്യവാങ്മൂലം കൊടുത്ത കോടതിക്ക്. വഖഫ് ബോർഡിൽ തന്നെ ആ മുസ്ലിങ്ങൾ വരുന്നത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ പ്രശ്നം. ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഈ ഇടതുപക്ഷം കാണിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയത്തെ അവർ ഭയങ്കരമായിട്ട് വന്ന് വിമർശിക്കും. എന്നാൽ ഇൻഇഫക്റ്റ് അവർ അധികാരത്തിൽ വരുമ്പോൾ അതിലും വലിയ സംഭവങ്ങൾ അവർ കൊണ്ടുവരും. ഇത് നമ്മൾ തിരിച്ചറിയണം. LDF സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ഇവർ ഉന്നയിച്ച പല പരാമർശങ്ങളും ഇന്ന് അവർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു ടേൺ എടുത്ത മാതിരിയുള്ളൊരു നയങ്ങളല്ലേ കൊണ്ടുവരുന്നത്. അപ്പൊ ഇത്തരത്തിൽ അധികാരം കിട്ടുമ്പോൾ മാറ്റി പറയുന്ന ആ ഒരു പ്രകൃതം ഈ സർക്കാരിൽ ഒരുപാട് വെളിവാകുന്നില്ലേ നമുക്ക് പ്രകടമായിട്ട് തന്നെ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഈ ഗിമ്മിക്ക് രാഷ്ട്രീയം ആണ് വലതുപക്ഷത്തെ നയിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞു വണ്ടി മോഡിഫിക്കേഷനുകൾ ഞങ്ങൾ അനുവദിക്കും എന്നായിരുന്നു അവർ പറഞ്ഞത്. വണ്ടി മോഡിഫിക്കേഷൻ അനുവദിക്കുന്നു പറഞ്ഞിട്ട് കുറേ ജെൻസി പിള്ളേരും അങ്ങനെയുള്ള കുറേ പിള്ളേരുമൊക്കെ ഭയങ്കര റീലിറക്കി, ഞങ്ങൾ വണ്ടി മോഡിഫിക്കേഷൻ അലോ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കൊണ്ടുവന്നു. നേരെ പറഞ്ഞിട്ട് ഇനി വണ്ടി മോഡിഫിക്കേഷൻ അലോ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് മാറി. ഈ ഇടയ്ക്ക് എന്താ പറയുന്നത്, ഒരു വൈദ്യുതിയുടെ പ്രശ്നം അവസാന ഒരു ടെമ്പററി കാലഘട്ടത്തിൽ ഈ ഇലക്ഷൻ്റെ ഒക്കെ ഏതാണ്ട് അവസാന ടൈം എങ്ങാണ്ടായപ്പം കേരളത്തിലൊരു വൈദ്യുതി പ്രതിസന്ധി വന്നപ്പോൾ ഇവർ കണ്ടോ ഇത് ഭയങ്കര പ്രശ്നമാണ് അതായതാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവർ അധികാരത്തിൽ വന്നപ്പോൾ എന്താണ് ഇവർ പറയുകയാണ്, എൽ നിനോ പ്രതിഭാസം കാരണമാണ്, മഴ പെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിലേക്ക് മാറി. ഇവർ പ്രിയദർശിനി പദ്ധതി കൊണ്ടുവന്നു. അപ്പോൾ പ്രിയദർശിനി പദ്ധതി കൊണ്ടുവന്നപ്പോൾ തന്നെ ആളുകൾ ചോദിക്കുന്നുണ്ട് ഇതിനുള്ള സാമ്പത്തിക ബാധ്യത എവിടുന്ന്, അല്ലെങ്കിൽ ഇത് ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത എവിടുന്ന് നിങ്ങൾ കൊണ്ടുവരും? കാരണം നിങ്ങൾ തന്നെ പറയുന്ന ഒരു സംഭവമാണ് KSRTC ഭയങ്കര നഷ്ടത്തിലാണ്. ഇവരുടെ ധവളപത്രം തന്നെ പറയുന്നതാണ് KSRTC ഫുൾ നഷ്ടമാണ് എന്നുകൊണ്ടാണ് ഇവർ ധവളപത്രം ഇറങ്ങിയിട്ട്. അപ്പോൾ പിന്നെ ഇത് നിങ്ങൾ എങ്ങനെ ഫിനാൻസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇല്ല, അത് ഞങ്ങൾ സ്ത്രീകളെ എംപവർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ് ഉടമക്കാർ സമരത്തിലാണ്. ഞങ്ങൾക്ക് തിന്നാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ ജോലികളെല്ലാം പോയി, ഞങ്ങളുടെ റൂട്ടെല്ലാം കാലിയായി എന്ന് പറയുകയാണ്. ഈവൻ നമ്മുടെ മന്ത്രി തന്നെ പറയുകയാണ്, ഈ ട്രാൻസ്പോർട്ടേഷൻ മന്ത്രി എന്ന് വെച്ചാൽ ഞാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ മന്ത്രി, പുള്ളി എന്ന് പറയുകയാണ് നഷ്ടം ഉണ്ടാവുന്നുണ്ട്, നമുക്ക് പ്രൈവറ്റൈസേഷൻ്റെ ചിലപ്പോൾ ആവശ്യം ചിലപ്പോൾ വന്നെന്ന് വരും, അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ ഫുൾ ആളുകളെ പറ്റിച്ചുകൊണ്ടുള്ള ഒരു ആളുകൾക്ക് വലിയ ഹോപ്സ് കൊടുക്കുക. ഗിമ്മിക്ക് രാഷ്ട്രത്തിൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില വമ്പൻ ഹോപ്പുകളും ഇതും കൊടുത്തിട്ട്, ഇപ്പോൾ നമ്മുടെ കേന്ദ്രത്തിലും വന്ന എങ്ങനെയാണ് 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടും എന്ന് പറഞ്ഞായിരുന്നു തന്നെ. 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടും. ഇപ്പം 50 രൂപയ്ക്ക് കിട്ടും. ഇപ്പം എത്ര 110 113 എങ്ങാണ്ടേ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടും. 1 ലിറ്റർ കിട്ടത്തില്ല. ഈവൻ അതിവിടെ മാത്രമല്ല, എല്ലായിടത്തും വലതുപക്ഷത ചെയ്തിട്ടുള്ളത്. ഈ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറയുന്നത്, എന്നെ നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ ഈ സർക്കാർ ഇറാനുമായിട്ട് യുദ്ധം ചെയ്യും. കൃത്യം നിങ്ങൾക്ക് ഇപ്പോഴും പോയി സെർച്ച് ചെയ്യാം. ആ പ്രസിഡൻഷ്യൽ ഡിബേറ്റിലൊക്കെ ട്രംപ് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ വോട്ട് തന്നില്ലെങ്കിൽ അവർക്കാണ് വോട്ട് കൊടുക്കുന്നതെങ്കിൽ അവർ ഇറാനുമായിട്ട് യുദ്ധത്തിന് പോകും, 1 വർഷത്തിനുള്ളിൽ അവർ ഇറാനുമായിട്ട് യുദ്ധത്തിന് പോകും, അതാണ് ഇവരുടെ പ്ലാൻ എന്ന്. ഇപ്പം എന്താ? അപ്പോൾ ഇതാണ് ഈ വമ്പൻ ഹോപ്പുകൾ കൊടുക്കുക, വലിയ ഇത് കൊടുത്തിട്ട് ആളുകളെ പറ്റിക്കുക. അപ്പോൾ ആളുകൾ വിചാരിക്കുമോ ഇത് ഭയങ്കര സംഭവമാണ്. നമ്മളെപ്പോഴും പഠിക്കേണ്ട ചരിത്രമാണ്. ചരിത്രപരമായിട്ട് ഈ പാർട്ടികൾ എന്താണ് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ ചരിത്രപരമായിട്ട് എന്ത് തരം ആളുകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പാർട്ടികൾ നിൽക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ രാഷ്ട്രീയത്തെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ ഗിമ്മിക്ക് രാഷ്ട്രീയം അല്ല. ഒരാൾ വന്ന് ഇൻ്റർവ്യൂവിൽ എന്ത് പറയുന്നു അതൊന്നും അല്ല. നമ്മൾ അവരുടെ ചരിത്രം എന്താണ്, അവരെ ഫണ്ട് ചെയ്യുന്ന ആരാണ്, അവരാർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്, അവരെന്തരം പോളിസികളാണ് കൊണ്ടുവരുന്നത്, അവർ സാധാരണക്കാരന് വേണ്ടിയുള്ള പോളിസികളാണോ കൊണ്ടുവരുന്നത് അതോ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള പോളിസി, ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ബാക്കി അവൻ ഭയങ്കര എന്താ പറയുന്നത് സൗമ്യനാണോ പൂക്കിയാണോ 1000 ബുക്ക് വായിക്കും, ഇതൊക്കെ ഇറലവൻ്റ് ആണ്. ദോസ് തിങ്സ് ആർ ഇറലവൻ്റ്. അത് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കാൻ പോകുന്നത് ഈ ഫാക്ടേഴ്സ് അല്ല. സമൂഹത്തെ രക്ഷിക്കാൻ പോകുന്നത് നിങ്ങൾ പൂക്കിയാണോ, നിങ്ങൾ 1000 ബുക്ക് വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നല്ല. സമൂഹത്തെ രക്ഷിക്കാൻ പോകുന്ന സമൂഹത്തിൻ്റെ അടിസ്ഥാന വർഗത്തിലുള്ള മനുഷ്യരുടെ ബേസിക് നീഡ്സ്, അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന പാർട്ടികൾ ഏതാണ് എന്ന് മാത്രമേ, അതാണ് ഇവിടെ നോക്കേണ്ടത്.